ഹലോ. അങ്ങനെ ആമസോണിൽ ഞാൻ ബേബി ക്യാരി ബാഗ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് നേരം കരയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരം എടുത്ത് നടക്കുമ്പോൾ ഒരുപാട് ഡിസ്കംഫേർട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, പിന്നെ സിസേറിയനൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ പറയണ്ട, ബാക്ക് പെയിനൊക്കെ ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും മടുപ്പില്ലാതെ കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് ബേബിയുടെ കംഫർട്ടും കൂടെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇപ്പം നെക്കൊക്കെ ഉറയ്ക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അരഭാഗത്തായിട്ട്, അതായത് ഏറ്റവും താഴെയായിട്ടൊരു ബെൽറ്റ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതിലൂടെ അത്യാവശ്യം പ്രസവശേഷം ചാടിയിട്ടുള്ള വയറൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ ബാഗിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, കുഷ്യൻ മോഡലാണ്. അതുകൊണ്ട് തന്നെ ബേബീസ് ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ എല്ലാ ഭാഗത്തും നമുക്ക് നമ്മുടെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിക്സേഴ്സ് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഈ ബാഗ് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കാശിക്കുട്ടീനെ എടുത്തു, അതിനകത്ത് ഇരുത്തി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബാഗിനകത്ത് ഇരിക്കുന്നത്. വേറൊന്നുമല്ല, എത്ര നേരം വേണമെങ്കിലും അതിനകത്തിരുന്ന് സർക്കിറ്റ് അടിക്കാമല്ലോ. അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ് ഇതിനകത്തിരിക്കുന്ന സമയത്ത്. ഞാനും വളരെ ഹാപ്പിയാണ്, കാരണം എനിക്ക് മടുപ്പുമില്ല. ഈ പറഞ്ഞ പോലെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എത്ര നേരം വേണമെങ്കിലും കുഞ്ഞിനെ എനിക്ക് എടുത്ത് നടക്കാൻ പറ്റും. അപ്പം ഞാൻ അവളെ ഇതിനകത്ത് ഇരുത്തി. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് അത്യാവശ്യം നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും. പുറത്തൊക്കെ പോണ സമയത്ത് ബേബീസിനെയും കൊണ്ട് പോകുമ്പോൾ ആ പോക്കറ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഞാൻ കാശിക്കുട്ടീനെ ഇതിനകത്ത് ഇരുത്തി എല്ലാം ഫിക്സ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമുക്ക് ഫിക്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ കംഫർട്ടബിളാണ് ആൻഡ് കാണാനും നല്ല രസമാണ് കേട്ടോ ഈ ബാഗിനകത്ത് കുട്ടികൾ ഇരിക്കുന്നത്. എൻ്റെ അമ്മ ഇതിട്ട് കഴിഞ്ഞാൽ കങ്കാരു എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇതിട്ടു. എന്നിട്ട് മോളെയും കൊണ്ട് കുറച്ച് നേരം നടക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം എക്സസൈസും ഡാൻസും ഒക്കെ ചെയ്യാം. അവരും വളരെ ഹാപ്പി ആയിരിക്കും. അതുകൂടാതെ നമുക്ക് അത്യാവശ്യം ജോലികളൊക്കെ ഇത് വെച്ച് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ കാശിക്കുട്ടീനെ അതിനകത്ത് ഇരുത്തി കുറച്ച് ഡാൻസൊക്കെ കളിച്ച്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനകത്ത് കയറി ഇരുന്ന് ഞാൻ ഡാൻസ് കളിക്കുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയി അത്യാവശ്യം കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തു. അത്യാവശ്യം അവരുടെ നിപ്പിൾ ബോട്ടിൽ കഴുകാനും അതിനകത്ത് ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് ഫില്ല് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ബാഗ് ഉണ്ടെങ്കിൽ നടക്കും. ചെറിയ ചെറിയ പണികളൊക്കെ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, സർക്കിറ്റ് അടിക്കാമല്ലോ ഇതിനകത്ത് കയറി ഇരുന്നിട്ട്. പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കാരണം ഇവരെ ഞാൻ അധികം പുറത്തിറക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇവരെയും കൊണ്ട് പുറത്തിറങ്ങുന്നതും മുറ്റത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം നടക്കുന്നതും. അതുകൊണ്ട് തന്നെ കാശി വളരെ ഹാപ്പിയാണ്. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവൾ നല്ല കംഫർട്ടായിട്ട് ഹാപ്പി ആയിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്നെപ്പോലെ ട്വിൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പറയണ്ട, നിർബന്ധമായിട്ടും ഈ ബാഗ് വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.